ആക്ച്വലി ഞാനത് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എവിടെയാണ് എന്നെല്ലാവരും ചോദിച്ചു. പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, പക്ഷേ എവിടെയാണെന്നുള്ളത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഈ 2 സ്ഥലത്താണ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ 2 ദിവസം മുമ്പേ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, ഞാൻ കാണിച്ചു തരാം. ഫാത്തിമ ഒന്ന് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യാവോ? ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തിട്ട് അതിൽ മെൻ്റലിസ്റ്റ് പ്രീത് അഴീക്കോട് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരെ എൻ്റെ ഐ ഡിയിലേക്ക് പോകും. ആ ഐ ഡിയിൽ ഞാൻ ഇട്ട ഒരു പോസ്റ്റ് കാണാം. ഇതാ ആ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് എപ്പോഴാണ്? 3 days ബിഫോർ, 3 ദിവസം മുമ്പേ ഇട്ടതാണ്. ഇതൊരു മെസ്സേജാണ്. നിങ്ങൾ വിചാരിക്കും ഇതിലെവിടെയാണ് പ്രഡിക്ഷൻ ഉള്ളതെന്ന് വിചാരിക്കും. ഈ മെസ്സേജിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിലെ ഓരോ ലൈനിൻ്റെയും ഫസ്റ്റ് ലെറ്റർ മാത്രം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് VDS. ക്ലിയർ ആയിട്ട് ഈ പ്രഡിക്ഷൻ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നിങ്ങളുടെ കൺമുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാനത് ഹൈഡ് ചെയ്ത് വെച്ചിട്ടില്ല. ദാറ്റ്സ് ഇൻ ഫ്രണ്ട് ഓഫ് യുവർ ഐസ്. നിങ്ങളുടെ കൺമുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ഇനി ഇതിങ്ങനെ ഇൻക്രിപ്റ്റഡ് ആയിട്ട് ഇടണോ, കൃത്യമായിട്ട് പറഞ്ഞുകൂടെ എന്ന് നിങ്ങളിൽ ചിലരൊക്കെ ഇപ്പം ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട്, അത് ഫേസ്ബുക്കിലാണ്. ഫേസ്ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാവോ? ഫേസ്ബുക്കില്ല. ആരെങ്കിലും ഒരു ഫോൺ കൊടുക്കാവോ? ഓക്കെ, സോ ഇതിൽ ഫേസ്ബുക്ക് എടുത്ത് ഫേസ്ബുക്കിൽ മെൻ്റലിസ്റ്റ് പ്രീത് അഴീക്കോട് സെർച്ച് ചെയ്തേ. അതിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് അതിൽ യെസ് ഈ ഒരു പോസ്റ്റ് 2 days ബിഫോർ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റാണ്. അതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം, ആസ് എ പെർഫോമർ ഓഫ് മെൻ്റലിസം മിസ്റ്റീരിയസ് ആർട്ട് ഫോം ഐ ഹാവ് എ ഫീലിംഗ് ദാറ്റ് ദ നെക്സ്റ്റ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള വിൽ ബി VD സതീശൻ. 12 May 2026 1:46 AM വിത്ത് ഫോട്ടോ ഞാൻ അതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ 2 പ്രഡിക്ഷൻസും അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളോട് വീഡിയോയിൽ പറഞ്ഞത്. ഇനി ഇപ്പോൾ വാൽപ്പാറ ബസ് ദുരന്തം ആയാലും മറ്റു കാര്യങ്ങളായാലും ടെലിപ്പതി റെക്കഗ്നിഷൻ എന്നൊക്കെ പറഞ്ഞ് പ്രഡിക്റ്റ് ചെയ്യുമ്പോൾ പലരും അത് റിയൽ ആണെന്ന് വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, റിയൽ ആയിട്ട് ഫ്യൂച്ചറിൽ എന്താ നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് ആർക്കും അറിയാൻ പറ്റില്ല. ബട്ട് വി ക്യാൻ മേക്ക് യു ബിലീവ്, വി ക്യാൻ സീ ദ ഫ്യൂച്ചർ. അത് മാത്രമേ പറ്റുള്ളൂ. നമ്മൾ മിസ്റ്റീരിയസ് പെർഫോമേഴ്സ്, മജീഷ്യൻസ് ആയാലും മെൻ്റലിസ്റ്റുകളായാലും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. വി ക്യാൻ ഡെമോൺസ്ട്രേറ്റ് ESP എബിലിറ്റീസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അതർ മെത്തേഡ്സ്. ഓക്കെ, സോ ഇത് ആദ്യമായിട്ടല്ല പ്രഡിക്ഷൻ ചെയ്യുന്നത്. 2014 ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻ പ്രഡിക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 2018 22 ഫിഫ വേൾഡ് കപ്പിൻ്റെ പ്രഡിക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 2022 തോന്നുന്നു കറാച്ചിയിൽ എയറോപ്ലെയിൻ ക്രാഷ് പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ചെയ്തതിന് പിന്നിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ, ചില കാര്യങ്ങൾ ചിലർ പറയുമ്പോൾ പ്രഡിക്ഷൻ ശരിയാവുന്നത് അവർക്ക് മുൻകൂട്ടി ഭാവിയിൽ നടക്കാൻ പോകുന്നത് അറിയാൻ പറ്റുന്നത് കൊണ്ടല്ല, ബട്ട് അതിന് പിന്നിൽ മറ്റ് പല കാരണങ്ങളും ഉണ്ട്. ഇനി ഇതെന്തൊക്കെയാണ് അതിനുള്ള കാരണം എന്ന് അറിയണമെങ്കിൽ ഇപ്പം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ കുറേ സമയം എടുക്കും. ബട്ട് എൻ്റെ യൂട്യൂബിൽ ഞാൻ മുൻപേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ചില പ്രഡിക്ഷൻസ് ശരിയാവുന്നത്, അതിന് പിന്നിൽ എന്തൊക്കെയാണ് സൈക്കോളജിക്കൽ റീസൺസ് ഉള്ളത്. ഇതൊക്കെ അറിയണമെങ്കിൽ യൂട്യൂബിൽ ഒരു വീഡിയോ അവിടെ കിടപ്പുണ്ട്, മുമ്പ് പോസ്റ്റ് ചെയ്തതാണ്. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ബയോയിൽ ഇട്ടേക്കാം. ഓക്കെ, സോ thank you so much. Bye bye.